ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മളെ അലീനയും സ്റ്റാൻലി ജോസഫും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് പണിക്കാരൊക്കെ പുറകിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അലീനയുടെ കയ്യിൽ നിന്ന് ഒരു ചിക്കൻ പീസ് നിലത്ത് വീഴുകയും വീണ്ടും അത് തന്നെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. കാരണം അയാൾക്ക് ഇതൊന്നും ശീലമില്ല. അപ്പം അയാൾ അത് കണ്ടിട്ട് അവളെ ശകാരിക്കുന്നുണ്ട്. എന്തിനാ അലീന അങ്ങനെ ചെയ്യുന്നത്? തീരെ എന്താ ടേബിൾ മാനേഴ്സ് ഇല്ല നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. അത് എടുക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അവളുടെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഓർഫനേജിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ വീണിരുന്നു, എന്നിട്ട് ഞാൻ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു സമയത്ത് ഇതൊന്നും കിട്ടാനില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അന്നാണ് ബിരിയാണി കഴിക്കുന്നത് അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഓരോ മെമ്മറീസ് പറയുന്നുണ്ട്. അവൾക്ക് ഒരുപാട് ഇല്ലായ്മയിൽ നിന്നാണ് അവൾ ഇവിടം വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് എന്തോ പോലെയായിട്ട് ദേഷ്യവും വരുന്നുണ്ട്. അയാൾ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സംസാരം ഇവിടെ നിർത്തുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് സ്റ്റാൻലി ജോസഫ് എല്ലാം ഒരു ചിരിമയത്തിലല്ല പറയുന്നത്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത്. അവൾക്ക് അങ്ങനെയൊന്നും കേട്ട് ശീലമില്ല. അവൾ സംസാരിച്ചിരുന്ന അവളുടെ അച്ഛൻ, അതായത് ബാലചന്ദ്രൻ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ സ്നേഹത്തോടും അതുപോലെ തന്നെ അവളോട് ഭയങ്കര ബഹുമാനത്തിലൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. അതൊന്നും അവൾക്ക് ഇവിടെ നിന്ന് വന്നപ്പോൾ സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് പേടിയോട് കൂടിയിട്ട് അവൾ ആഹാരം കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബാലചന്ദ്രൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ അവിടുത്തെ വർത്താനം എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അന്നത്തെ ദിവസം ഒരു ഹോട്ടലിലെ റൂമിൽ തങ്ങിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോട്ടലിൽ വെച്ചിട്ടാണ് അലീനയെ വിളിക്കുന്നത്. അതിനെ വിളിച്ചിട്ട് ആ സമയത്തൊന്നും അലീന ഇവിടുത്തെ അവസ്ഥയൊന്നും പറയുന്നില്ല. അച്ഛ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഒരു ദേഷ്യത്തോട് പോലെ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിനക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നീ എന്നെ അപ്പോൾ വിളിക്കണം, ഒരു വിളിപ്പാടകലെ ഞാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അച്ഛന് ഒരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ എന്നെ ഇവിടെ കൊണ്ടുപോയാക്കിയതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ നീ അങ്ങനെ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ ഏയ് അച്ഛൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നീ അപ്പോൾ തന്നെ പറയണമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്തായാലും വേഗം മരുന്നൊക്കെ കുടിച്ച് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മനു, അതായത് വൈജയന്തിയെ വീട്ടിലാക്കിയിട്ട് കടപ്പാട്ടൂരാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. കോടിമ്പെല്ലടിക്കുമ്പോൾ കമല വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ഓ നീ വന്നോ, എന്താ അവിടുത്തെ അവസ്ഥ? അപ്പം അലീന പോയത് ശരി തന്നെയാണെന്ന് സന്തോഷത്തോട് കൂടിയിട്ട് മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമത്തെ മനു ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത്. അലീന പോയതിന്റെ വിഷമം ഇതുവരെ അവന് മാറിയിട്ടില്ല. അതിന്റെ ഇടയിലാണ് അവൻ ഇത്രയും സങ്കടകരമായ ഒരു കാര്യത്തെ ഇത്രയും കൊട്ടി ആഘോഷിക്കുന്ന അവന്റെ അമ്മയുടെ ഈ വർത്താനം കൂടി കേട്ടപ്പോൾ അവന് ഭയങ്കര ദേഷ്യമായി. ഒന്ന് പോകുന്നുണ്ട് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മനു വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം, അതായത് മനു കടപ്പാട്ടൂരിൽ നിന്ന് വന്നതിന് ശേഷം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വല്യച്ഛനും അതുപോലെ തന്നെ കമലയൊക്കെ എന്താ അവിടുത്തെ അവസ്ഥ, വൈജയുടെ പാടെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടുത്തത് വൈജ എന്തായാലും യുദ്ധത്തിനായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്ന പോലെയുണ്ട്. വന്ന പാടെ ഉടനെ അവിടെ എന്തൊക്കെ ബാക്കി സാധനങ്ങൾ അലീനയുടെ ഉണ്ടെന്ന് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബബിയൊക്കെ റൂമിൽ തന്നെയാണ്. വൈജാന്റിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവിടെ അലീന പോയതിൽ ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ കമല പറയുന്നത് ഞാൻ വൈജയുടെ ഭാഗത്താണ്, പിന്നെ അവളുടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോയെന്ന് അവൾക്ക് നോക്കണ്ടേ, ഞാൻ അവളുടെ ഭാഗത്താണ് ഫുള്ള് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ മനു പറയുന്നുണ്ട് അമ്മ ഇനി പേടിക്കൊന്നും വേണ്ട, ഇപ്പം അടുത്തൊന്നും ഇങ്ങോട്ട് എന്തായാലും വൈജാന്റി വരില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും എനിക്ക് എന്താണ് കുഴപ്പം, അവൾ വരുന്നതിൽ ഞാൻ ഇന്നേ വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ അത് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശിവേട്ടൻ പറ, വൈജ ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ആ സമയത്ത് ശിവേട്ടൻ പറയുന്നുണ്ട് നീ നിന്റെ വായ അടച്ചു വെക്ക്, വെറുതെ നീ നാണം കെടാൻ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും നമ്മളെ കമലയ്ക്ക് ഇല്ല. പക്ഷെ വൈജയ്ക്ക് അലീനയോടുള്ള അതേ ദേഷ്യം തന്നെ അലീനയോട് കമലയ്ക്കും ഉണ്ട്. ആ ഒരു കാര്യത്തിൽ അവർ സെയിം ആണ്. പക്ഷെ ദേഷ്യം എന്തായാലും രണ്ടു പേരുടെ ഉള്ളിലും അസൂയയും കുശുമ്പൊക്കെ ഉള്ള ടീം തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മളെ അലീനയെ കുറിച്ച് ഇങ്ങനെ ദിനം പ്രതി കമല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വൈജയും ഇതേ അവസ്ഥ തന്നെയാണ്. മനു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെ ഒരാളെ കുറിച്ച് ഇത്രമാത്രം കള്ളം പറയാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ വൈജയുടെ അവസ്ഥ, ബാലചന്ദ്രൻ വന്നാൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ എന്തായാലും ഇങ്ങോട്ട് വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. വൈജയന്തി അങ്ങോട്ട് പോയി എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് മനു പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം വേറെ ഒന്നുമല്ല, പോകുന്നതിന് മുൻപ് ബാലചന്ദ്രൻ നമ്മളെ അലീനയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് 12 പവനും 15 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കമല ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പവൻ സ്വർണവും പൈസയൊക്കെ എന്തിനാ ഏതോ ഒരു പെൺകുട്ടിക്ക് കൊടുത്തത്, ബാലചന്ദ്രൻ എന്താ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയേക്കാൾ ഇളക്കം ഇവിടെ കമലയ്ക്കുണ്ട്.
അതിനേക്കാൾ ഇളക്കം വൈജയ്ക്കും ഉണ്ട്. വൈജ അവിടുന്ന് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തത്, അവരുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര ദേഷ്യത്തിലാണ് കമലയും ആ ഒരു കാര്യത്തിൽ. വൈജയുടെ ഭാഗത്ത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഞാൻ എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ പറയല്ലേ, എന്ത് നീ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവേട്ടനും ഗംഗേട്ടനും അവളെ ശകാരിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം പിടിച്ച് കമല റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലയുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശിവേട്ടനോട് കൂടി പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ അലീന പോയതിൽ മനുവിന് നല്ല വിഷമമുണ്ട് എന്നുള്ള കാര്യം കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് വിഷമം ഉണ്ടായിട്ടും കാര്യമില്ല. ആ കാര്യങ്ങളൊന്നും, അതായത് ഇവര് മനസ്സിൽ വിചാരിച്ച പ്ലാനിങ് ഒന്നും കമല നടത്താൻ പോകുന്നില്ല എന്ന് കമല ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനും അതുപോലെ തന്നെ കമലയൊക്കെ റൂമിലേക്ക് പോയതിനു ശേഷം വല്യച്ഛൻ നമ്മളെ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾ നിന്നെ വിളിച്ചിരുന്നോ, അവിടുത്തെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വിളിച്ചിട്ടില്ല, അവിടെ പോയി ഒന്ന് സെറ്റിൽഡ് ആയിട്ട് തന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ നിനക്ക് വേറെ എന്തെങ്കിലും പ്രതീക്ഷ പോകുന്നതിന് മുൻപ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ പ്രതീക്ഷയുണ്ട് എനിക്ക് അവളിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ പ്ലാനിങ് വിചാരിച്ച പോലെ നടക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മനുവിന് അലീനയെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. വല്യച്ഛനും അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വൈജയും അതുപോലെ തന്നെ കമലയാണ് ഇവർക്കൊരു ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. കൂടുതലായിട്ട് അവരോടൊന്നും തുറന്നു പറയാനും വയ്യ. പക്ഷെ അലീനയെ അത്രമാത്രം ജീവനാണ് പോലും മനുവിന്. എന്തായാലും മനു അലീനയുടെ കോളിങ്ങിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട് മനസ്സിനും ശരീരത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് മനു അവിടുന്ന് റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മനു റൂമിലെത്തി കഴിഞ്ഞതിന് ശേഷം അലീന മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം കടപ്പാട്ടൂരുണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര മനസ്സമാധാനം ആവും. എനിക്ക് സമാധാനമായി, ഞാനുള്ളതുപോലെ തന്നെയാണ് മനുവേട്ടൻ എനിക്ക് അവിടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട് കുട്ടികളുടെ അടുത്ത്. അച്ഛനുള്ളപ്പോൾ പോലും എനിക്ക് ഇത്രമാത്രം സമാധാനം കിട്ടാറില്ല എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, ഓ താങ്ക് യു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മനുവേട്ടൻ എൻ്റെ അടുത്ത് സത്യം പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വളഞ്ഞു പിടിച്ചിട്ടുള്ള അലീനയുടെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും സ്റ്റാൻലി ജോസഫിന്റെ കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അച്ഛൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും പറഞ്ഞതാണല്ലോ കുളത്തപ്പുഴയ്ക്ക് എന്നുള്ള കാര്യം എന്ന്. സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം മനുവേട്ടൻ അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ മനു ഒരു നിമിഷം പതറുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അലീനയേക്കാൾ കൂടുതൽ നന്നായിട്ട് മനുവിനെ അറിയാം. ഒന്നും പറഞ്ഞതല്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് മനു. എന്തായാലും സത്യങ്ങളെല്ലാം മനു അലീനയുടെ അടുത്ത് തുറന്നു പറയും. കാരണം അവളോടൊന്നും മറച്ചു വെക്കാൻ അവൻ എന്തായാലും സാധിക്കില്ല. എന്തായാലും കഥയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.